മലയാളത്തിൻ്റെ അഭിമാനമാണ് ശോഭന. നർത്തകി, മികച്ച അഭിനേത്രി, മലയാളത്തിൽ നിന്ന് തെന്നിന്ത്യ കീഴടക്കിയ നടി. രജനീകാന്തിൻ്റെ വരെ നായികയായി, ചിരഞ്ജീവിയുടെ വരെ നായികയായി തിളങ്ങിയ നടി. ബാലചന്ദ്ര മേനോനാണ് ശോഭനയെ പരിചയപ്പെടുത്തുന്നത് ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെ. ഏപ്രിൽ 18 വലിയ വിജയമായി മാറി. ഏപ്രിൽ 18 വലിയ വിജയമായി മാറിയപ്പോൾ ശോഭന ഒറ്റ രാത്രി കൊണ്ട് സൂപ്പർ നടിയായി മാറി. പിന്നീട് ശോഭന ശ്രദ്ധേയായത് കാണാമറയത്തെന്ന IV ശശി ചിത്രത്തിലൂടെയാണ്. പത്മരാജൻ കഥയും തിരക്കഥയും എഴുതി IV ശശി സംവിധാനം ചെയ്ത കാണാമറയത്ത് വലിയ ഹിറ്റായി മാറി. പത്മരാജൻ്റെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി, IV ശശിയുടെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി കാണാമറയത്ത് മാറി. കാണാമറയത്തിലാണ് ശോഭന ആദ്യമായി സെക്സിയാവുന്നത്. ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ ആ പാട്ടിൽ മഴ നനഞ്ഞ് റഹ്മാനോടൊപ്പം നൃത്തമാടണമെന്ന് IV ശശി ശോഭനയോട് പറഞ്ഞപ്പോൾ അവർ ആദ്യം അത് സമ്മതിച്ചില്ല. സെക്സിയാകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ IV ശശി നിർബന്ധം പിടിച്ചു. ഒടുവിൽ റഹ്മാനുമായി മഴ നനഞ്ഞ് രതി നിറഞ്ഞ മാടി ശോഭന. ആ പാട്ട് ഇന്നും വലിയ ഹിറ്റാണ്. പുതിയ തലമുറ ആ പാട്ടിനെ ഏറ്റെടുക്കുന്നു, പല രീതിയിൽ, പലതരത്തിൽ. അതിൻ്റെ റീമിക്സുകളും വന്നു കഴിഞ്ഞു. എന്തായാലും കാണാമറയത്തിന് ശേഷം ശോഭനയ്ക്ക് സെക്സിയാകാനുള്ള വൈമുഖ്യം മാറി. പിന്നീട് തമിഴിലെത്തി. ഭാഗ്യരാജ് അടക്കമുള്ള നടന്മാരുടെ നായികയായി. നന്നായി സെക്സ് വേഷങ്ങൾ ചെയ്യാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു. അതിന് ശോഭനയ്ക്ക് പിൻബലമായത് കാണാമറയത്ത് എന്ന ചിത്രമാണ്. കാണാമറയത്ത് അസാധ്യമായ ഒരു പ്രണയകഥയാണ്. ആ പ്രണയകഥയിലെ ഹൈലൈറ്റുകളിലൊന്ന് അതിലെ ഗാനങ്ങളാണ്. പ്രത്യേകിച്ചും റഹ്മാനും ശോഭനയും ചേർന്നുള്ള മഴ നൃത്തം. ആ നൃത്തം അന്നത്തെ യുവാക്കൾ ഏറ്റെടുത്തു. ഇന്നത്തെ യുവാക്കൾ അത് ആവേശപൂർവ്വം കാണുന്നു. കാണാമറയത്ത് പല ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ചിത്രമാണ്. റീമേക്ക് ചെയ്തപ്പോഴെല്ലാം ആ ചിത്രം വലിയ വിജയമായി മാറുകയും ചെയ്തു. എന്തായാലും ശോഭന പിന്നീട് തമിഴ്നാട്ടിൽ ഒരു തരംഗമായി മാറുന്നത് നമ്മൾ കണ്ടു. ഭാഗ്യരാജിൻ്റെയും വിജയകാന്തിൻ്റെയും രജനീകാന്തിൻ്റെയും ഒക്കെ നായികയായി മാറി അവർ. നല്ല വേഷങ്ങൾക്ക് വേണ്ടി അവർ പ്രതിഫലം പോലും കുറച്ചിരുന്നു. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ നാഗവല്ലി എന്ന കഥാപാത്രം ശോഭനയ്ക്ക് കരിയറിൽ വലിയ ബ്രേക്കായ കഥാപാത്രമാണ്. അതിലൂടെ അവരെ തേടി ദേശീയ അവാർഡ് എത്തി. തമിഴിൽ ചന്ദ്രമുഖിയായും കർണാടകത്തിൽ ആപ്തമിത്രയായും ഒക്കെ മണിച്ചിത്രത്താഴ് എത്തി. പക്ഷേ ജ്യോതികയ്ക്കും കർണാടകയിലെ നടിമാർക്കും ഒന്നും ശോഭനയുടെ ഏഴകലത്ത് എത്താൻ കഴിഞ്ഞില്ല. നാഗവല്ലിയായി ഇപ്പോഴും ഇന്ത്യക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ശോഭന തന്നെയാണ്. ശോഭന അവിവാഹിതയായി തുടരുന്നു. നൃത്തത്തോടുള്ള അഭിനിവേശമാണ് അതിന് കാരണമെന്ന് അവർ പറയുന്നു. അനന്തനാരായണി എന്നൊരു ദത്തുപുത്രി അവർക്കുണ്ട്. എന്തുകൊണ്ട് അവിവാഹിതയായി ശോഭന തുടരുന്നു എന്നതിനെപ്പറ്റി പല വിധത്തിലുള്ള ഗോസിപ്പുകളും വന്നിട്ടുണ്ട്. അതിലേറ്റവും രസകരമായ ഒരു ഗോസിപ്പ്, ഈ അനിൽ കുംബ്ലെ, ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെയും ശോഭനയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അനിൽ കുംബ്ലെ ശോഭനയുടെ പ്രണയം തിരസ്കരിച്ചു. അങ്ങനെയാണ് വിവാഹം കഴിക്കാത്തതെന്ന് ഒരു ഗോസിപ്പ്. മറ്റൊന്ന്, ശോഭനയ്ക്ക് ചർമ്മരോഗമുണ്ടെന്ന്, സോറിയാസിസ് ഉണ്ടെന്ന് മറ്റൊരു ഗോസിപ്പ്. ഇങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ നിരന്തരം ശോഭനയെ ചുറ്റിപ്പറ്റി വന്നിരുന്നു ഒരു കാലത്ത്. പക്ഷേ അതൊന്നും അവർ ചെവിക്കൊണ്ടില്ല. അവർ ഒരിക്കൽ പറഞ്ഞു, തനിക്ക് അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം എന്നിവരോടൊപ്പമാണ്. കാരണം അവർക്ക് തന്നെക്കാളും പൊക്കമുണ്ട്. അതാണ് അവർ ഒരിക്കൽ രസകരമായി പറഞ്ഞത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ പ്രിയനടിയായി ശോഭന മാറി. അഭിനയത്തിൻ്റെ ഒരുപാട് ചേരുവകൾ തന്നിലുണ്ടെന്ന് അവർ തെളിയിച്ചു. കാണാമറയത്തിന് ശേഷം അവർ മലയാള സിനിമയിൽ സെക്സി വേഷത്തിൽ എത്തിയിട്ടില്ല. എന്നാൽ തമിഴിലും തെലുങ്കിലും ഒക്കെ അവർ മതാലസിയായി തന്നെ അഭിനയിച്ചു.
ഭാഗ്യരാജിനോടൊപ്പമൊക്കെ പല ചിത്രങ്ങളിലും വളരെ സെക്സിയായി അഭിനയിക്കുന്ന ശോഭനയെ പ്രേക്ഷകർ കണ്ടു. വിജയകാന്തിനോടൊപ്പവും രജനീകാന്തിനോടൊപ്പവും ഒക്കെ സെക്സിയായി അഭിനയിക്കുന്ന ശോഭന. ചിരഞ്ജീവിയുടെ ഓട്ടോ ജോണി എന്ന ചിത്രത്തിൽ അവർ വളരെ സെക്സിയായാണ് അഭിനയിച്ചത്. അതിൽ ചിരഞ്ജീവിയും ശോഭനയും തമ്മിലുള്ള നൃത്തരംഗങ്ങൾ, ഈ ഓട്ടോ ജോണിയിലെ ചിരഞ്ജീവിയും ശോഭനയും തമ്മിലുള്ള നൃത്തരംഗങ്ങൾ വലിയ തരംഗമായി മാറി. അത് പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിക്കുമ്പോഴും തിരക്കുകളിൽ നിന്നെല്ലാം അകന്ന് തൻ്റേതായ കലയുടെ ലോകത്ത് ഏകാന്തവ്രതം അനുഷ്ഠിച്ചു ശോഭന. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മറ്റ് പല തരത്തിലുള്ള ശാസ്ത്രീയ നൃത്തങ്ങളിലും ഒക്കെ അവർ പ്രാവീണ്യം നേടി. അവരുടെ നൃത്തത്തിന് ഇപ്പോഴും പൊന്നിൻ വിലയാണ്. മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങുമ്പോൾ യഥാർത്ഥ ലേഡി സൂപ്പർ സ്റ്റാർ ശോഭനയാണെന്ന് പറയേണ്ടി വരും മലയാളത്തിലെ. കാരണം അവർ ഒരു കാലത്ത് അഭിനയ തികവ് കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ചിരുന്നു. മാത്രമല്ല, പരമാവധി ഗോസിപ്പുകൾക്ക് ഇട കൊടുക്കാതെ അവർ അവരുടേതായ ലോകത്ത് ഒതുങ്ങിക്കൂടിയിരുന്നു. എന്നിട്ടും കുമ്പളയും ശോഭനയും തമ്മിൽ പ്രണയമാണെന്ന് ഗോസിപ്പ് വന്നത് വിരോധാഭാസം. കടുത്ത നിഷ്ഠകൾ മലയാള സിനിമയിൽ അഭിനയിക്കുമ്പോൾ കടുത്ത നിബന്ധനകൾ അവർ വച്ചിരുന്നു. തമിഴിലും തെലുങ്കിലും കിട്ടുന്ന പ്രതിഫലം അവർക്ക് മലയാളത്തിൽ കിട്ടില്ല. അതിനു പകരം നല്ല കഥാപാത്രമാണെങ്കിൽ താൻ അഭിനയിക്കാൻ തയ്യാറാണെന്ന് അവർ മലയാള സിനിമയെ ഇടയ്ക്കിടെ അറിയിച്ചുകൊണ്ടിരുന്നു. നല്ല കഥാപാത്രങ്ങൾ അവർക്ക് നിരന്തരം ലഭിച്ചു മലയാളത്തിൽ. മഴയെത്തും മുമ്പേ, മണിച്ചിത്രത്താഴ്, മേലെ പറമ്പിൽ ആൺവീട്, കമ്മീഷണർ തുടങ്ങി എത്ര വേഷങ്ങൾ അവർ പകർന്നാടി. നല്ല അഭിനേത്രിയാണ് അവർ. പ്രായം 50 കഴിഞ്ഞിട്ടും അവർക്കിപ്പോഴും യുവത്വമുണ്ട്. ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. തുടരും എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയാണ് അവർ. അങ്ങനെ ഇടയ്ക്കിടെ മലയാള സിനിമയിൽ അവർ കടന്നു വരുമ്പോൾ അത് ഒരു തരംഗമാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നു. മഞ്ജു വാര്യരെക്കാളും ആരാധകർ ശോഭനയ്ക്ക് മലയാളത്തിലുണ്ട്. കാരണം മലയാളത്തിൽ നിന്നെത്തി തെന്നിന്ത്യ കീഴടക്കിയ നടിയാണ് അവർ. മഞ്ജു വാര്യർക്ക് ശോഭനയെ പോലെ തെന്നിന്ത്യയിൽ ഒരു തരംഗമാകാനൊന്നും കഴിഞ്ഞിട്ടില്ല. അത് മഞ്ജു വാര്യരുടെ പരിമിതി തന്നെയാണ്. മഞ്ജു വാര്യരാണോ ശോഭനയാണോ നല്ല അഭിനേത്രി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ്. ഇരുവരും നല്ല അഭിനേത്രികൾ തന്നെയാണ്, മലയാളം കണ്ട മികച്ച അഭിനേത്രികൾ. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയാകാൻ ഒരിക്കലും മഞ്ജു വാര്യർക്ക് കഴിയില്ല. അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ അഭിനയിച്ച പ്രതികാരദാഹിയായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശോഭനയ്ക്കും കഴിയില്ല. ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു. പറഞ്ഞു വന്നത്, ശോഭന കാണാമറയത്തിൽ സെക്സിയായ കഥയാണ്. IV ശശിയുടെ സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു ശോഭനയ്ക്ക്. പക്ഷേ അതവർക്ക് വലിയ ഒരു ബ്രേക്കായി മാറി. തമിഴിൽ അവർ മാതക നടനമാടി ഭാഗ്യരാജിനോടൊപ്പവും വിജയകാന്തിനോടൊപ്പവും ഒക്കെ. തമിഴിൽ അവർക്ക് പൊന്നിൻ വില ലഭിച്ചു. അവരുടെ നൃത്തം തമിഴർക്ക് ഹരമായി മാറി. ശോഭന ഇപ്പോഴും അഭിനയ രംഗത്ത് സജീവമാണ്. അഭിനയ രംഗത്ത് മാത്രമല്ല, നൃത്തരംഗത്തും അവർ സജീവമാണ്.